ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട അപകടം നടന്ന സ്ഥലം ഇപ്പോൾ വനമന്ത്രി കെ ശശീന്ദ്രൻ സന്ദർശിക്കുകയാണ്. അതിലേക്ക് എന്തോ മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ അപകട സ്ഥലത്ത് എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളും ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിക്കും. വിവരങ്ങളുമായി അഖില CP ചേരുന്നുണ്ട്. അഖില, ഇപ്പോൾ മന്ത്രി ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മന്ത്രി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, മന്ത്രി ഇപ്പോൾ എത്തി. അതായത് ഇനി സന്ദർശിച്ചതിന് ശേഷം മരിച്ചവരുടെ വീട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കും. മറ്റു കാര്യങ്ങളെല്ലാം മന്ത്രി അവിടെ വെച്ച് സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രം, ഈ തകർന്ന കെട്ടിടം ഉൾപ്പെടെ മന്ത്രി സന്ദർശിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. മറ്റ് ഈ ക്ഷേത്ര ഭാരവാഹികളുമായി കൂടിയാലോചനകൾ അല്ലെങ്കിൽ ചർച്ച നടത്തുന്ന സമയമാണ്. അതായത് ഈ അപകടം നടന്ന സമയം ഇന്നലെ സുപ്രധാനപ്പെട്ട ഈ വനം വകുപ്പിന്റെ ഒരു ശുപാർശയായിരുന്നു ഈ ഈ ക്ഷേത്ര ഭാരവാഹികളെ കൂടെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ അവരെ കൂടി ഈ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഒരു ശുപാർശയുണ്ടായിരുന്നു ഇത്തരത്തിൽ ക്ഷേത്ര ഭാരവാഹികളെ കൂടെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് തീരുമാനമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഭാരവാഹികളുമായി ഇപ്പോൾ ചർച്ച തുടരുകയാണ് ജയലക്ഷ്മി. ഇതിനുശേഷമാണ് മരിച്ചവരുടെ വീടുകളിലേക്ക് മന്ത്രി എത്തുക, അല്ലെ അഖില? അതെ. അതായത് ഇത്തരം ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മരിച്ച മൂന്നുപേരെയും കുടുംബങ്ങളെ അവരുടെ വീട് സന്ദർശിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെ വീട് അടുത്താണ്. അതായത് ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയാണ് രണ്ടുപേരുടെ വീട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് കുടുംബാംഗങ്ങൾ സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി അഖില, എന്തായാലും അപകട സ്ഥലം ഇപ്പോൾ മന്ത്രി സന്ദർശിക്കുകയാണ്. അതിനുശേഷം മരിച്ചവരുടെ കുടുംബങ്ങൾ കൂടി ഈ മന്ത്രി സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ രജിസ്ട്രേഷൻ അടക്കം റദ്ദാക്കി ഉത്തരവുണ്ടായിരുന്നു. നാട്ടാന പരിപാലനത്തിന്റെ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു ആ തീരുമാനം ഉണ്ടായിരുന്നത്. അഖില CP ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.